പക്ഷെ അവിടെ എത്തി തന്നെ ഉള്ളൂ. എത്തിയപ്പോഴേക്ക് ചേച്ചി അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ ജീവൻ തിരിച്ചിട്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ഒരു മരണം സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പൊ അയാളുടെ അടുത്ത് വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. ഞങ്ങൾ അങ്ങനെ ചെയ്യോ, ഞങ്ങളുടെ ഷീബേച്ചി അല്ലേ എന്നാണ് അവർ പറഞ്ഞത്. മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റുക എന്നുള്ളത്. അത് അവർ തുറന്നു പറയാൻ അവർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ നഷ്ടപ്പെട്ടില്ലായിരുന്നു. ഏകദേശം എല്ലാ ബോഡി ഫങ്ഷൻസും സീറോയിലാണ്. രക്ഷപ്പെടാനുള്ള ചാൻസ് 1% മാത്രമേ ഉള്ളൂ എന്ന്. ആരോഗ്യസ്ഥിതി മോശമായിട്ടും കുടുംബത്തെ അറിയിച്ചില്ലെന്നും യുവതി മരിച്ചതിനു പിന്നിൽ ആശുപത്രി അധികൃതരാണെന്നും ചൂണ്ടിക്കാണിച്ച് വീട്ടുകാർ രംഗത്ത്. വീട്ടുകാരുടെ പരാതിയിൽ മലപ്പുറം പോലീസ് കേസെടുത്തു. മലപ്പുറം മഞ്ചേരി സ്വദേശിനിയായ ഷീബ മോളുടെ മരണത്തിലാണ് വീട്ടുകാരുടെ പരാതിയിൽ മലപ്പുറം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. അനസ്തേഷ്യ നൽകിയതിനു പിന്നാലെയാണ് ഷീബ മരണപ്പെട്ടത്. രക്തസ്രാവം വന്നതിനു പിന്നാലെ ഈ മാസം 16-നാണ് ഷീബയെ മലപ്പുറം ക്വീൻ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. 2 പെൺമക്കളും ഭർത്താവും സഹോദരിയും വീട്ടുകാർ എല്ലാ മരണത്തിന് പിന്നിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങളുടെ അമ്മയുടെ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്നാണ് മക്കൾ പറയുന്നത്. പിന്നീട് നടന്ന കാര്യങ്ങൾ വീട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. എൻ്റെ പേര് അനുഷ എന്നാണ്. ഞാൻ മരിച്ച ഷീബയുടെ അനിയത്തിയാണ്. 16-ാം തീയതിയാണ് ചേച്ചി അഡ്മിറ്റ് ആയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ. ക്യൂൻസ് ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഡോക്ടർ തന്നെയാണ് ഇങ്ങനെ പെട്ടെന്നൊരു സർജറി ചെയ്യണം എന്നുള്ളത് അവിടുത്തെ ഡോക്ടർ തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16-ാം തീയതി അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ളത്. 17-ാം തീയതി ഒരു ഉച്ചയോടുകൂടിയാണ് അവർ ലേബർ റൂമിലോട്ട് ചേച്ചിയെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ഒരു 2:30 നമുക്ക് കാണിച്ചു തന്നിട്ടാണ് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയിട്ടുള്ളത്. ആ സമയത്തും ചേച്ചിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്തതായിട്ട് ഞങ്ങൾക്കറിയാം. ആൾ കോൺഷ്യസ് ആയിരുന്നു. ഞങ്ങളോട് ചിരിച്ച് സംസാരിച്ചിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4:30-ക്ക് ശേഷമാണ് ഡോക്ടർ വന്നിട്ട്, ഡോക്ടേഴ്സ് 2 ആൾ കൂടെ വന്നിട്ട് പറയണത് സർജറി ചെയ്യാൻ പറ്റിയിട്ടില്ല. അനസ്തേഷ്യ കൊടുത്തപ്പോൾ തന്നെ കാർഡിയാക് അറസ്റ്റ് പോലെ വന്നു. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ICUക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിന് ശേഷം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. 10 മിനിറ്റിന് ശേഷം നമ്മളെ കാണിച്ചു. സാധാരണ ഒരു സർജറി അല്ലെങ്കിൽ ഇതുള്ള ICUലോട്ട് 1-2 ആളുകളെ അവർ കയറ്റുള്ളൂ. ഇത് ഞങ്ങളെ പുറത്തുനിന്നിരുന്ന 5 ആളുകളെയും ഇവർ കയറ്റിയിട്ടാണ് ചേച്ചിയെ കാണിച്ചു തന്നത്. ആ സമയത്ത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ വൈറ്റൽസൊക്കെ പക്കയായിരുന്നു. ആൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അബോധാവസ്ഥയിൽ തന്നെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെയും പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 5:30യോടുകൂടി ഡോക്ടർ ഉള്ളിലോട്ട് പോണത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തും പ്രത്യേകിച്ചൊന്നും അവർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് ചെയ്തത്. പിന്നെ ഒരു 7 മണിയോടുകൂടി അവരൊന്നും പറയാത്ത കാരണം ഞങ്ങൾ ICUക്ക് അകത്ത് വാതിൽ തുറന്ന് കയറാൻ ശ്രമിക്കുമ്പോഴാണ് അവർ വന്നിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് പനി കൂടുതലായിട്ട് വന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഫിറ്റ്സ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയം തൊട്ട് ഇത് നടന്നിട്ടില്ല, സർജറി നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തൊട്ടേ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ടതിനെ കുറിച്ച് അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിലും ബെറ്റർ കെയർ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ സംസാരിച്ചത്. ഇവിടെ നല്ല ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ചെയ്യോ, ഞങ്ങളുടെ ഷീബേച്ചി അല്ലേ എന്നാണ് അവർ പറഞ്ഞത് ആ സമയത്ത്. പിന്നീട് 7 മണിക്കും ഇവർ ഇതിന് തയ്യാറാകാത്ത നമ്മൾ കുറച്ചൊരു ഫോഴ്സിലാണ് ഞങ്ങൾക്ക് കൊണ്ടുപോകണം, കാർഡിയോളജിസ്റ്റ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റണം ചേച്ചിയെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മാറ്റിത്തരാൻ തയ്യാറായത്. എന്നിട്ടും ആംബുലൻസ് വരുന്നത് 8:00 രാത്രി 9:30 ഞങ്ങൾ കോട്ടക്കൽ മിംസിൽ ചേച്ചീനെ എത്തിച്ചത്. ആ സമയത്ത് അവിടുത്തെ ICUലുള്ള ഡോക്ടർ പറഞ്ഞത് ഏകദേശം എല്ലാ ബോഡി ഫങ്ഷൻസും സീറോയിലാണ്, പ്രതീക്ഷയ്ക്ക് ഭാഗ്യമൊന്നുമില്ല, വെന്റിലേറ്റർക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞത്. പിന്നീട് 19-ാം തീയതി രാവിലെ പ്രോഗ്രസ് ഒന്നുമില്ല, രക്ഷപ്പെടാനുള്ള ചാൻസ് 1% മാത്രമേ ഉള്ളൂ എന്ന് കോട്ടക്കൽ മിംസിലെ ഡോക്ടർ പറയുമ്പോഴാണ് നമ്മുടെ ഒരു രക്ഷിച്ചെടുക്കുക എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഞങ്ങൾ കോഴിക്കോട് മിംസിലോട്ട് മാറ്റാൻ തയ്യാറാവണം. അവിടേക്ക് അവിടെയാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ എത്തി തന്നെ ഉള്ളൂ. എത്തിയപ്പോഴേക്ക് ചേച്ചി പോയിരുന്നു. അപ്പൊ അയാളുടെ അടുത്ത് വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. എൻ്റെ പേര് ഷാജി, ഷീബേൻ്റെ ഹസ്ബൻഡാണ്. ഇത് 2 കുട്ടികൾ ഇവരാണ്.
പിന്നെ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതാണ്. 17-ാം തീയതി അതിന് സർജറി ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 16-ാം തീയതി ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. 17-ാം തീയതി ഒരു 1:30 മണിയാകുമ്പോൾ അവിടെ ലേബർ റൂമിൽ കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് ഒരു 2:45, 3 മണിയാകുമ്പോഴാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നത്. പിന്നെ അവർ ഒരു 4:30 ആകുമ്പോൾ പറഞ്ഞു, ഇത് സർജറി ചെയ്യാൻ പറ്റില്ല, ചെറിയൊരു കാർഡിയോളിക് പ്രശ്നമുണ്ട്, പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിച്ചാൽ നോർമൽ ആവും എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങളോട് പിന്നെ ഒരു വിവരവുമില്ല. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരുന്നത് 8:30 മണിക്കാണ് എല്ലാം കഴിഞ്ഞിട്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. പിന്നെ മാറ്റുന്നത് കോട്ടയ്ക്കൽ നിംസിലേക്കാണ്. അവിടെ എത്തുമ്പോഴേക്കും 9:15, 9 മണിക്ക് ശേഷം അവിടെ എത്തുന്നത്. അവിടെ എത്തുമ്പോഴേക്ക് തന്നെ എല്ലാ ബോഡി ഫങ്ഷനും വീക്കായിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഒരു 2 മണിക്കൂറോ എത്ര സമയം നേരത്തെ എത്തുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഇയാളെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് അവർ പറഞ്ഞു. ഡോക്ടർമാർ ഈ ക്യൂൻസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റും വേറെ ഡോക്ടറും ഉണ്ടായിരുന്നു അവിടെ. അവർ പറഞ്ഞത് കുഴപ്പമില്ല, ശരിയാവും എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പോഴത്തേനും സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണെങ്കിൽ അവളെ ജീവൻ തിരിച്ചിട്ടായിരുന്നു. അമ്മയോട് അവിടെ തന്നെ ചെയ്തോന്ന് അവരെല്ലാവരും പറഞ്ഞിരുന്നു. റൂമിന്റെ റെന്റ് ഒന്നും തരണ്ട, ആ പ്രൊസീജിയർ ഫീ മാത്രം തന്നാൽ മതി എന്നാ പറഞ്ഞത്. അപ്പൊ അമ്മേനെ അവര് അതിക്ക് അങ്ങോട്ട് കൺവിൻസ് ചെയ്തിരുന്നു എല്ലാം കൊണ്ടും. അത്ര നല്ല റൂമാണ്, നിങ്ങൾക്ക് മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഇവിടെ വന്ന് നിൽക്കാം, പിന്നെ രാത്രി ഒന്നും കൂട്ടിന് ആളെ നിൽക്കണ്ട, ഞങ്ങൾ തന്നെ നിൽക്കാം നഴ്സുമാരൊക്കെ, പിന്നെ ഫീ തരണ്ട, റൂമിനുള്ള ചാർജ് ഒന്നും തരണ്ട, വേണമെങ്കിൽ ഒരു 5 ദിവസം ഒരാഴ്ച തന്നെ ഇവിടെ കിടന്നോണ്ടു എന്നൊക്കെ അമ്മേനോട് അവർ പറഞ്ഞിരുന്നു MD. കുറച്ചുകൂടി ഒന്നുകൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ അമ്മ ഇപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അവര് ഏതൊരാൾക്കും അബദ്ധം പറ്റും, പക്ഷെ അവരത് തുറന്നു പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അമ്മേനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മരണം സംഭവിക്കില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പൊ തൈറോയിഡ് ഉള്ളതും ഷുഗർ ഉള്ളതും എല്ലാവർക്കും അറിയാം, കാരണം തുടക്കം തൊട്ടേ അമ്മ അവിടെ ഉള്ളതാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും അമ്മയും അതിനാവും കരുതിയിട്ടുണ്ടാവുക, തൈറോയിഡും ഷുഗറും എല്ലാം അവര് ചെക്ക് ചെയ്യുന്നു. പിന്നെ ഒരിക്കലും 3-ാം തീയതി ചെയ്ത തൈറോയിഡിന്റെ ഒരു റിസൾട്ടിന്റെ ബേസിലാണ് അവര് 17-ാം തീയതി സർജറി ചെയ്യുന്നത്. അപ്പൊ ഒരു അനസ്തേഷ്യ കൊടുക്കുന്ന ആൾ അത് ചെക്ക് ചെയ്യണം, എന്നാണ് തൈറോയിഡ് കൊടുത്തത്, ഷുഗർ എന്നാണ് ചെക്ക് ചെയ്തത്, തൈറോയിഡ് എന്നാ ചെക്ക് ചെയ്തത്, അതൊക്കെ അയാൾ ശ്രദ്ധിക്കണമായിരുന്നു. അപ്പൊ അയാളുടെ അടുത്ത് വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളിലൊക്കെ. ഞങ്ങളടുത്ത് 16-ാം തീയതി ഇവിടുന്ന് യാതൊരു വിധ കുഴപ്പമില്ലാതെ അച്ഛൻ്റെ കൂടെ വണ്ടി കയറിയിട്ട് അച്ഛനെയും അമ്മേനെയും കൂടി ഞങ്ങൾ പറഞ്ഞയച്ചതാ. 17-ാം തീയതിയാണ് ഓപ്പറേഷൻ എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അമ്മ പോകുന്ന സമയത്ത്. പിന്നെ 17-ാം തീയതി ഓപ്പറേഷൻ ഒരു 2 മണിക്കാണ് സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 17-ാം തീയതി. അതിന് മുന്നേ 12:30 ഞങ്ങൾ രണ്ടുപേരെയും വിളിച്ച് അമ്മ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ യാതൊരുവിധ അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരാളായിരുന്നില്ല അമ്മ. പിന്നെ 1 വർഷത്തോളമായി അമ്മയ്ക്ക് ഈ ഒരു അസുഖം തുടങ്ങിയിട്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. യൂട്രസിൽ ഒരു അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ അവർക്ക് അറിയുന്നതാണ്. അമ്മയ്ക്ക് എന്തൊക്കെ അസുഖമുണ്ട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയുന്നതാണ്. അമ്മേനെ പറ്റി എല്ലാതും അവർക്കറിയാം. ഹോസ്പിറ്റലിലുള്ള നല്ല രീതിയിലുള്ള ഒരു അടുപ്പം അവർക്ക് ഉണ്ടായിരുന്നു അമ്മയായിട്ട്. അതിൻ്റെ ഒരു പുറത്തായിരിക്കാം അമ്മ അവിടുന്ന് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ ഡെലിവറി കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഏതോ ഒരു സ്റ്റാഫിന്റെ വൈഫിനാണ് അവിടുന്ന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞിട്ട് ഞങ്ങൾക്കറിയാം, എന്തോ മാനേജറുടെ വൈഫിന്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചോദിച്ചു അവിടെ തന്നെ വേണം അമ്മേ, കൂടുതലും നല്ല നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ, നമുക്ക് അവിടെ നിന്ന് ചെയ്താൽ പോലും നിങ്ങൾ ചോദിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു അവിടെ തന്നെ മതി, എന്നെ അറിയുന്നവരാണ്, പിന്നെ നമുക്ക് ആരും സഹായത്തിനൊക്കെ അവരെന്നെ ഉണ്ടായിരിക്കും. പിന്നെ റോഷൻ സാറ് അവിടുത്തെ അയാൾ പറഞ്ഞിട്ടുണ്ട്, നീ റൂമിനുള്ള റെന്റ് ഒന്നും നീ തരണ്ട, നീ എത്രയാണ് ആ ഓപ്പറേഷന് ചെലവ് വരും അതിനുള്ള എമൗണ്ട് മാത്രം നീ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതൊക്കെ അമ്മയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞതായിരിക്കും. അതിൽ അമ്മ അങ്ങോട്ട് ഇതായി. അങ്ങനെ അമ്മ അവിടുന്ന് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. എനിക്ക് തൈറോയിഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവരോട് എല്ലാം തുറന്നു പറയാറുണ്ട് അമ്മ.
അതെ, നിയമപരമായിട്ട് തന്നെ ഇത് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കാൻ പാടില്ല. ഞങ്ങളെ അമ്മയ്ക്ക് ഈ ഒരു ഗതി സംഭവിച്ചു, ഇനി ആർക്കും ഇങ്ങനത്തെ ഇത് പറ്റില്ല. അറിയുന്ന പണി മാത്രം അവര് ചെയ്താൽ മതി. തെറ്റ് പറ്റും, മനുഷ്യന്മാരാണ്, മനുഷ്യ സഹജമാണ് തെറ്റ് പറ്റുക എന്നുള്ളത്. അത് അവർ തുറന്നു പറയാൻ അവർ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെങ്കിലും ഞങ്ങൾക്ക് വേറെ വല്ല ഹോസ്പിറ്റലിലേക്കും എത്തിക്കായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ അമ്മയെ നഷ്ടപ്പെട്ടില്ലായിരുന്നു. ഡോക്ടർമാരൊക്കെ പറയുന്നത് 15 ദിവസമായിട്ട് അമ്മ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നില്ലാന്ന്. പക്ഷെ ചൊവ്വാഴ്ച രാവിലെ വരെ തൈറോയിഡിന്റെ മരുന്ന് അമ്മ കഴിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളാണ് മരുന്നും അമ്മേന്റെ ഡ്രസ്സും എല്ലാം അമ്മയ്ക്ക് പാക്ക് ചെയ്ത് കൊടുത്തയച്ചത്. പിന്നെ എങ്ങനെ 15 ദിവസം തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നില്ല എന്ന് അവര് പറയുന്നു? കണ്ടതാണ് ഞങ്ങള് തൈറോയിഡിന്റെ ഗുളിക കഴിക്കുന്നത്. എല്ലാ ഗുളിക അമ്മ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരാൾ തന്നെയാണ്. ഇങ്ങനെ ഗുളിക കഴിക്കാൻ മടിയുള്ള ഒരാളും അല്ല. കാരണം ഒരാഴ്ച മുന്നെയാണ് ഗുളിക കഴിഞ്ഞിട്ട് അത് വാങ്ങിയത്. ആ വോയിസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളോട് അച്ഛനോട് ഫോണിക്ക് അമ്മ വോയിസ് അയക്കുന്നുണ്ട്, ഗുളിക വാങ്ങണേട്ടാന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ. അവര് പറയുന്ന 15 ദിവസമായിട്ട് ഇപ്പോഴും അമ്മ തൈറോയിഡിന്റെ ഒരു ഗുളിക കഴിക്കുന്നില്ലാന്ന്. പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് തൈറോയിഡിന്റെ ഗുളിക കൊടുക്കാൻ വേണ്ടി ഷീബ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഇത് അമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ബാഗിലുണ്ട് ഇപ്പോഴും ആ ഗുളിക ഇരിക്കുന്നത്. മെഡിസിൻ എല്ലാം അതിലുണ്ട്, മെഡിസിൻ കൊണ്ട് കൊടുത്തതും വാങ്ങിച്ചതും ഒക്കെ. അലർജിന്റെ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ ഷുഗറിന്റെ ഒരു ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ തൈറോയിഡിന്റെ ഗുളിക അമ്മ കഴിക്കുന്നുണ്ട്. ഇവര് പറയുന്ന 15 ദിവസമായിട്ട് അമ്മ തൈറോയിഡിന്റെ ഗുളിക കുടിക്കുന്നില്ലാന്ന്. ഇത് ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ആ അനസ്തേഷ്യ കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായ സമയത്തിന് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ, ചേച്ചിയെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ ഒരു പക്ഷേ അവളെ ജീവനോടെ തിരിച്ചു കിട്ടുമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലിൻ്റെ അടുത്തുനിന്ന് അടുത്ത അനാസ്ഥ തന്നെയാണ് വന്നിട്ടുള്ളത്. അവർ സമയം നമ്മൾ മൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്വമേധയാ കേസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിനനുസരിച്ചായിരിക്കും ഇനി കേസിന്റെ ഗതി പോവാന്നാണ് അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ. ഇല്ല, പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ ഉള്ളതായിട്ടൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇല്ല, നമ്മളോട് പ്രത്യേകിച്ചൊന്നും അവർ പറഞ്ഞിട്ടില്ല. മരണത്തിന് കാരണമായിട്ട് നമ്മൾ ഒരു വിശ്വാസത്തിലുള്ളത് ജനുവരി 3-ാം തീയതിയാണ് തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത്. ചേച്ചിക്ക് 4 വർഷമായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. 2 വർഷത്തോളമായിട്ട് തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ജനുവരി 3-ാം തീയതി ആണ് ലാസ്റ്റായിട്ട് തൈറോയിഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ 17-ാം തീയതി സർജറിക്ക് നടത്തുന്നതിൻ്റെ മുന്നേ പിന്നീട് ഒരു ടെസ്റ്റ് അവർ നടത്തിയതായിട്ട് നമുക്ക് അറിവില്ല. അവർ ഇല്ലയെന്ന് തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും ഒരു 2 ആഴ്ചക്കത്തെ ഗ്യാപ്പിൽ ഈ തൈറോയിഡ് എന്ന് പറയുന്നത് ഷുഗറും BP ഒക്കെ പോലെ തന്നെ ഫ്ലക്ച്വേഷൻസ് വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഇത് പിന്നീട് ഒന്നും ടെസ്റ്റ് ചെയ്യാതെ അത് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അവർ അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ടാവുക. അതും ഈ നമുക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കാൻ വൈകിയതും ചേച്ചിയുടെ മരണകാരണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്ന കാരണം മാത്രമല്ല, ചേച്ചിയുടെ അടുത്തുള്ള മാനേജ്മെൻറ്റ് അവർ വളരെ തുച്ഛമായൊരു സംഖ്യ ഈ സർജറീൻ്റെ ഭാഗമായിട്ട് കൊടുത്താൽ മതി, അവിടെ ഇല്ലാത്ത സൗകര്യങ്ങൾ അവർ പുറത്തുനിന്ന് റെഡിയാക്കിക്കോളാം, റൂമിന് റെൻറ്റ് വേണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രലോഭനം ചേച്ചിയുടെ നേരെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ചേച്ചി അവിടെ തന്നെ സർജറി ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ മോള് ഈ ക്യൂൻസ് ഹോസ്പിറ്റലിലാണ്. അത് അതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽക്കേയുള്ള അവിടുത്തെ ജോലിക്കാരിയാണ്. അവിടുത്തെ റിസപ്ഷനിൽ ആദ്യമായിട്ട് കയറിയ കുട്ടിയാണ്. അവിടെ 2-3 മാസം അവൾ ഇരുന്നതിൻ്റെ ശേഷമാണ് അവിടെ രോഗികൾ വരാനും ഒക്കെ അതിൻ്റെ ആദ്യഘട്ടം തന്നെ തുടങ്ങിയത്. അങ്ങനെ അവിടെ കൂടി ഒരു വർഷത്തോളം ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവൾക്ക് പല അസുഖങ്ങളും, ഇപ്പോൾ ഷുഗർ, കൊളസ്ട്രോൾ, തൈറോയിഡിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും അതിൻ്റെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. ആ ചികിത്സകളൊക്കെ മലബാറിൽ ഒക്കെ ആയിട്ടാണ് സാധാരണ ഞങ്ങൾ നോക്കാറുള്ളത്. ഇപ്പോൾ അവിടെ വന്നതിന് ശേഷം അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, ഒരു സിന്ധു മേഡം, അവരൊക്കെ പാടെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ഇപ്പോൾ സാധാരണ ചെക്ക് ചെയ്യലും നോക്കലൊക്കെ. അപ്പോൾ ഈ ഇത് ഓപ്പറേഷൻ ഇതിൻ്റെ ന്യൂട്രസിൻ്റെ ഇത് വേണമെന്നുള്ളത് അൽഷിഫയിലൊക്കെ പോയി മരുന്ന് കൊണ്ട് മാറുന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഒരു കൊല്ലം വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷമാണ് ഈ ഡോക്ടറോട് ഈ സംഭവമൊക്കെ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഓപ്പറേഷൻ്റെ ആ ഒരു ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് അവളിതിന് തയ്യാറായത്. അങ്ങനെ ഡോക്ടർ അവിടെ തന്നെ ചെയ്യാന്നുള്ള രീതി പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചോദിച്ചതാണ് ആസ്പത്രിക്ക് അതിന് പറ്റുമോ, അവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചോദിച്ചപ്പോൾ ഈ കുട്ടി ഞങ്ങളോട് പറഞ്ഞത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഒരു പേടിയും പേടിക്കേണ്ട അച്ഛൻ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിച്ചത്. അച്ഛനോടും ഇവരോടൊക്കെ എല്ലാവരോടും അങ്ങനെയാണ് സംസാരിച്ചത്. അപ്പോൾ ഇനി അവർ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ആ രീതിയിൽ അവർ അനസ്തേഷ്യനെ പുറത്തുനിന്ന് കൊണ്ടുവന്നു, സർജറീൻ്റെ ഡോക്ടറെ പുറത്തുനിന്ന് കൊണ്ടുവന്നു. അതിനുള്ള പ്രാഥമിക സൗകര്യം തിയേറ്ററിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളപ്പോൾ നമുക്ക് നോക്കാനും അറിയില്ല. ഏതായാലും 17-ാം തീയതി സർജറിക്ക് പോണ സമയം വരെ അവൾക്കൊന്നുമില്ല, വളരെ ഹാപ്പിയായി. സർജറിക്ക് പോയി തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം
ഒരു 1:45 മണി സമയത്ത് പോയിട്ട് പുറത്ത് നിൽക്കുന്ന ബന്ധുക്കളെ പിന്നെ 5:30 മണി വരെ ഇവരൊരു വിവരം പറയാതെ അതിൻ്റെ ഉള്ളിലിട്ടു. അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളൊരു വിവരം ഞങ്ങൾക്ക് തന്നില്ല. അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറി ചോദിച്ചപ്പോഴാണ് അനസ്തേഷ്യ കുറച്ച് കൊടുത്തപ്പോൾ ബോധരഹിതയായതാണ്, തൈറോയിഡിൻ്റെ അറ്റാക്ക് ഉണ്ടായി, ഈ വക കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ പ്രതീക്ഷിക്കാത്തൊരു ന്യൂസാണല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അത് തരാൻ വൈകി. ഞങ്ങൾക്ക് ഈ കുട്ടീനെ രക്ഷിക്കായിരുന്നു 2 മണിക്കൂർ മുമ്പ് പറയാമെന്നുണ്ടെങ്കിൽ. പിന്നെ കോട്ടയ്ക്കൽ മിംസിലെത്തിയപ്പോഴേക്ക് രാത്രി 8:45 9 മണിയായി. അത്രയും സമയം ഇത് ഡെഡായി ഉള്ള ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം ഒരു മരുന്ന് ചെല്ലണില്ലല്ലോ. ഒരു കാർഡിയോളജിസ്റ്റ് വരെ ആശുപത്രിയിലില്ല. ഞങ്ങൾ പാവങ്ങളാണല്ലോ, ഞങ്ങൾക്ക് പോയത് ഞങ്ങളെ കുട്ടി പോയി എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ അതിനെതിരെ എന്തായാലും ആശുപത്രിക്കാർക്ക് ഏത് രീതിയിൽ പോയാലും അവർക്ക് അതിനുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്ന് തന്നെയാണ് കുട്ടികളടക്കം പറയുന്നത്. ഒന്നിനാത്രം 2 പെൺകുട്ടികളാണ്. അവർക്കിപ്പോൾ അമ്മ നഷ്ടപ്പെടേണ്ട ഒരു സമയമല്ല. ആ ഒരു വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നിങ്ങളുമാതിരിയുള്ളവരൊക്കെ ആശുപത്രീൻ്റെ എല്ലാ വീഴ്ചകളും പുറത്ത് കാണിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ പോലീസ് FIR ഇട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കാത്തിക്കണം. ഇപ്പം അതും കൂടി വന്നു കഴിഞ്ഞാൽ കേസ് ഊർജിതമാക്കും.